So ഇതാണ് R is equal to 1 0 minus P 1 എന്ന് പറയുന്നതാണ് റിഫ്രാക്ഷൻ മെട്രിക്സ്. സോ സപ്പോസ് x1 lambda 1 എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് റേയുടെ ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് റിഫ്രാക്ഷൻ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് അതെങ്ങനെ ചേഞ്ച് ചെയ്തു എന്നുള്ളത് ഈ ഒരു റിഫ്രാക്ഷൻ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. x2 lambda 2 ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ട്രാൻസ്ലേഷൻ്റെ കേസിലാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന റേ വിൽ ബി ഈക്വൽ ടു ദി ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഇൻറ്റു ദി ഇൻസിഡൻറ്റ് റേ. ഇങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ അങ്ങനെ ഫസ്റ്റ് വൺ ദി ട്രാൻസ്ലേഷൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടിരുന്നു. ഡിറ്റർമിനൻറ്റ് 1 d/μ1 0 1 എന്നുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് വിൽ ബി 1. സിമിലർലി determinant of refraction matrix also എന്താണ് 1 0 minus p 1. സോ നമ്മളിത് ഡിറ്റർമിനൻറ്റ് കാണാം 1 minus 0 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ട്രാൻസ്ലേഷൻ മെട്രിക്സിനുള്ള പോലെ തന്നെ ഒരു പെക്യുലിയാരിറ്റി റിഫ്രാക്ഷൻ മെട്രിക്സിനും ഉണ്ടായിരിക്കും. സോ നമുക്ക് രണ്ട് മെട്രിക്സും കിട്ടി, ട്രാൻസ്ലേഷൻ മെട്രിക്സും കിട്ടി, റിഫ്രാക്ഷൻ മെട്രിക്സും കിട്ടി. ഇനി നമുക്ക് എന്താണ് സിസ്റ്റം മെട്രിക്സ് എന്ന് പറയണം. സോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ദി സിസ്റ്റം മെട്രിക്സ് ഇസ് ദി പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആൻഡ് ദി റിഫ്രാക്ഷൻ മെട്രിക്സ് എന്നുള്ളത്. സോ നമുക്കത് ഡിറൈവ് ചെയ്യാം. Our next topic is system matrix. So system matrix derive ചെയ്യാനായിട്ട് എനിക്ക് അത് എന്താണെന്ന് നോക്കാം. ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്യാം. ഇതാണ് ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ്. സോ ഇതെന്തായിരിക്കും, അതിൻ്റെ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസ് ആയിരിക്കും ആൻഡ് ദിസ് വിൽ ബി ദി സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ്. സോ ഒരു ലൈറ്റ് റേ ഈ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിക്കും. എന്നിട്ട് അതൊരു ഡയറക്ഷൻ മാറും. ദെൻ സെക്കൻഡ് റിഫ്രാക്റ്റീവ് സർഫസിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും. സോ ഈ ഒരു ഭാഗത്തായിട്ട് അവിടെ ഒരു സംഭവിക്കും. ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ എത്തുമ്പോൾ ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും, ഒരു ഫസ്റ്റ് റിഫ്രാക്ഷൻ സംഭവിക്കും. സോ അത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ R1 എന്ന് പറയുന്ന റിഫ്രാക്ഷൻ മെട്രിക്സ് യൂസ് ചെയ്യാണ്. ഇനി ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ച ശേഷം ഈ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പിനിടയിൽ എന്തുണ്ടാവുന്നുണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ ഇവിടെയുള്ള ലൈറ്റിൻ്റെ ട്രാൻസ്ലേഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് T21 എന്ന് പറയുന്ന മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ലേഷൻ സംഭവിച്ചിട്ട് സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യും, സെക്കൻഡ് റിഫ്രാക്ഷൻ സംഭവിക്കും. ദെൻ അത് റിഫ്രാക്റ്റഡ് ആയിട്ട് പോകും. സോ ഈ ഇവിടെയുള്ള റിഫ്രാക്ഷൻ സെക്കൻഡ് റിഫ്രാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ R2 എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേയിലുള്ള കോർഡിനേറ്റ്സ് x1 lambda 1 എന്നും ഫസ്റ്റ് റിഫ്രാക്ഷൻ ചെയ്തതിന് ശേഷമുള്ള കോർഡിനേറ്റ്സ് x1 dash lambda 1 dash എന്നും ദെൻ സെക്കൻഡ് റിഫ്രാക്ഷന് വേണ്ടിയിട്ട് അതായത് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് വരുന്ന കോർഡിനേറ്റ് x2 dash lambda 2 dash എന്നും റിഫ്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള റിഫ്രാക്റ്റഡ് റേയിലുള്ള കോർഡിനേറ്റ്സ് x2 lambda 2 എന്നും എടുക്കാം. സോ എങ്ങനെയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് R1 യൂസ് ചെയ്തിട്ട് നമുക്ക് മെട്രിക്സ് ഇക്വേഷൻ എഴുതാം. എന്ത് വരും, ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് x1 lambda 1 ആണ്, undergoes a refraction. So 1 0 ഇവിടെ ഉണ്ടാകുന്നത് -p1 ആണ്. സോ ഇവിടെ -p എന്ന് പറയുമ്പോൾ p is the refracting power of the surface, refracting power. സോ ഇതിൽ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ പവർ എന്ന് പറയുന്നത് റിഫ്രാക്റ്റിംഗ് പവർ എന്ന് പറയുന്നത് P1 എന്നും സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ പവർ എന്ന് പറയുന്നത് P2 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും, -P1 എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു x1 dash lambda 1 dash എന്ന് വരും. സോ ഇതാണ് ഫസ്റ്റ് അവിടെ നടക്കുന്ന ഫിനോമിനൻ, അതായത് ഫസ്റ്റ് റിഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന മെട്രിക്സ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് വൺ അവിടെ എന്താ നടക്കുക, ട്രാൻസ്ലേഷൻ ആണ് നടക്കുക. സോ ട്രാൻസ്ലേഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സോ അവിടെ ട്രാൻസ്ലേഷനിൽ പോകുന്ന റേ x1 dash lambda 1 dash ആണ്. x1 dash lambda 1 dash ആണ് ഈ ഫസ്റ്റത്തെ റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷമുള്ളത്. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് 1
d by mu 0 1 ആണ് നമ്മുടെ ട്രാൻസ്ലേഷൻ ഇക്വേഷൻ. സോ ഇൻ ബിറ്റ്വീൻ ഇത് ട്രാവൽ ചെയ്ത ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് ഡി എന്ന് എടുക്കേണ്ടത്. സോ ഈ ഒരു ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഞാൻ ഡി എന്ന് എടുത്തു, ഡി. ആൻഡ് ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സോ ഈ ഒരു കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 എന്നും ഇതിന്റെ പുറത്തുള്ളത് μ1 എന്ന് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ μ1 ആണ്, μ2 then μ1. സോ ഇവിടെ എന്ത് കൺസിഡർ ചെയ്യാം, μ2 എന്ന് കൺസിഡർ ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു x2 dash lambda 2 dash. തേർഡ് വൺ അവിടെ നടക്കുന്നത് സെക്കൻഡ് റിഫ്രാക്ഷൻ ആണ്. സോ സെക്കൻഡ് റിഫ്രാക്ഷന് പോകുന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന റേ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ റിഫ്രാക്ഷനിൽ അണ്ടർഗോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അവിടെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള റേ x2 dash lambda 2 dash undergoes a refraction. സോ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 1 0 minus p 1. സോ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ പവർ, റിഫ്രാക്റ്റിംഗ് പവർ എന്ന് പറയുന്നത് p2 ആണ്. സോ മൈനസ് p2 and that is equal to x2 lambda 2. സോ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് റിഫ്രാക്ഷൻ എടുത്ത ഈ മെട്രിക്സ് R1 എന്നും സെക്കൻഡ് അവിടെ ഉണ്ടായത് ട്രാൻസ്ലേഷന്റെ മെട്രിക്സ്, ട്രാൻസ്ലേഷൻ മെട്രിക്സ് T21 എന്നും തേർഡ് ആയിട്ടുണ്ടായിരിക്കുന്ന സെക്കൻഡ് റിഫ്രാക്ഷന്റെ മെട്രിക്സ് R2 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ആയിട്ട് അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ്, 2 റിഫ്രാക്ഷനും 1 ട്രാൻസ്ലേഷനുമാണ് നടക്കുന്നത്. സോ ഇതിന്റെ മൊത്തം പ്രോഡക്റ്റിനെയാണ് നമ്മൾ സിസ്റ്റം മെട്രിക്സ് എന്ന് പറയാം. സോ നമുക്കറിയാം system matrix is equal to R1 matrix multiplied by T21 translation matrix multiplied by R2 matrix. സോ ഈ ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ എസ് എന്ന് പറയുന്ന സിസ്റ്റം മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ നമ്മൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഈ ഒരു കോൺവെക്സ് ലെൻസ്, ഈ ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ലൈറ്റ് റേ ഇവിടെ ഇൻസിഡന്റ് ചെയ്തു, റിഫ്രാക്ഷൻ സംഭവിച്ചു, ട്രാൻസ്ലേഷൻ സംഭവിച്ചു, റിഫ്രാക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോയി. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് സർഫസിൽ, റിഫ്രാക്റ്റിംഗ് സർഫസിൽ നടക്കുന്ന കാര്യത്തിൽ ഇത് നടക്കുന്നത് എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ ഈ സിസ്റ്റം മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരുന്നത്, ഇനി നമ്മൾ മൊത്തം ആണ് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇവിടെ ഒരു ട്രാൻസ്ലേഷൻ ആണ് നടക്കുന്നത്, ഈ ട്രാൻസ്ലേഷൻ വരും, ദെൻ ഇവിടെ ഒരു റിഫ്രാക്ഷൻ വരും, സെക്കൻഡ് ഒരു ട്രാൻസ്ലേഷൻ വരും, സെക്കൻഡ് റിഫ്രാക്ഷൻ വരും, ദെൻ ട്രാൻസ്ലേഷൻ വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലുള്ളത് മാത്രമാണ് ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്ത ഡെറിവേഷൻ വരുമ്പോൾ നമ്മൾ ഇത് രണ്ടിനും കൂടെ കൺസിഡർ ചെയ്യുന്നതായിട്ട് വരും. സോ ആ സമയത്ത് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് പറയാണ്, ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്തുള്ള സിസ്റ്റം മെട്രിക്സ് ആണ് ഇത്. സോ നമ്മൾ മെട്രിക്സ് ഇക്വേഷൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഫ്രാക്ഷന്റെ, ദെൻ ട്രാൻസ്ലേഷന്റെ, ദെൻ സെക്കൻഡ് റിഫ്രാക്ഷന്റെ. ഇതിൽ ഈ x2 dash lambda 2 dashന് പകരമായിട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും, 1 d by mu2 0 1 x1 dash lambda 1 dash എന്ന് വരും. ഈ x1 dash lambda 1 dashന് ഈ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ടു 1 0 minus p1 1 into x1 lambda 1 എന്ന് വരും. സോ മൊത്തം ഈ മെട്രിക്സ് ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. മൊത്തം നടക്കുന്ന ഫിനോമിന മൊത്തം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ അതിൽ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് R2 ആണ്, സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത് T21 ആണ്, തേർഡ് മെട്രിക്സ് എന്ന് പറയുന്നത് R1 ആണ്, ദെൻ x1 lambda 1. സോ ഇതായിരിക്കും ഇക്വേഷൻ ഉണ്ടായിരിക്കും. സോ ഈ ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ സിസ്റ്റം മെട്രിക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സിസ്റ്റം മെട്രിക്സ്. സോ ഈ സിസ്റ്റം മെട്രിക്സ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ട്രാൻസ്ലേഷൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ റിഫ്രാക്ഷൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും ഈക്വൽ ടു 1 ആണ്. സോ ഈ സിസ്റ്റം മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആൻഡ് ദി റിഫ്രാക്ഷൻ മെട്രിക്സ്. ഇതിന്റെ പ്രോഡക്റ്റിനാണ് നമ്മൾ സിസ്റ്റം മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇൻഡിവിജ്വലി ഇത് രണ്ടിന്റെ
determinant equal to 1 ആണെങ്കിൽ automatically determinant of system matrix also have to be in 1. So system matrix determinant equal to 1 ആയിരിക്കണം. സോ അതാണോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈ ഒരു ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഡിറ്റർമിനന്റ് എസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമിനന്റ് എസ് ഈസ് ഈക്വൽ ടു അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 minus dp1 by mu 2 1 minus dp2 by mu 2 minus ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ d divided by mu 2 multiplied by minus p1 minus p2 plus dp1 p2 divided by mu 2 എന്ന് വരും. സോ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റത്തെ എലിമെന്റ് 1 into 1 1 എന്ന് വരും. ദെൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഡി പി ടു ബൈ മ്യൂ ടു എന്ന് വരും. ദെൻ ഇത് രണ്ടും കൂടെ മൈനസ് ഡി പി വൺ ബൈ മ്യൂ ടു. ദെൻ ഇത് രണ്ടും പ്ലസ് ഡി സ്ക്വയർ പി വൺ പി ടു ഡിവൈഡഡ് ബൈ മ്യൂ ടു സ്ക്വയർ എന്ന് വരും. മൈനസ് ഇനി സെക്കൻഡ് എലിമെന്റ് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ഡി പി വൺ ബൈ മ്യൂ ടു. Then second element multiply ചെയ്യുമ്പോൾ plus dp2 by mu 2. Then third element multiply ചെയ്യുമ്പോൾ minus d square p1 p2 divided by mu 2 square എന്ന് വരും. സോ ഒരു ഇക്വേഷന് ഈ dp1 p2 by mu 2 ഇതിന്റെ പ്ലസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. അതുപോലെ തന്നെ ഈ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്ത് പോയി. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. സോ ഫൈനലി എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് system matrix is also equal to 1. സോ നമുക്ക് വൺ വേർഡ് ആയിട്ട് എല്ലാ തവണ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് ഈ എല്ലാ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ട്. സോ സിസ്റ്റം മെട്രിക്സിന് നമുക്ക് ഇതാണ് സിസ്റ്റം മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇതിനെ കൺവീനിയന്റ് ആയിട്ട് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് പറ്റും. സി മൈനസ് ഡി മൈനസ് എ ബി എന്ന് പറഞ്ഞിട്ട് ഈ എ ബി സി ഡി എന്ന് പറയുന്നത് നമ്മൾ ഗോസ് കോൺസ്റ്റൻസ് ആണ്. സോ അതിൽ എ എന്ന് പറയുന്ന ഗോസ് കോൺസ്റ്റന്റ് വിൽ ബി ഈക്വൽ ടു പി വൺ പ്ലസ് പി ടു മൈനസ് ഡി പി വൺ പി ടു ബൈ മ്യൂ ടു. ദെൻ ബി എന്ന് പറയുന്ന ഗോസ് കോൺസ്റ്റന്റ് will be equal to 1 minus dp2 by mu 2. Then c is equal to 1 minus dp1 by mu 2. Then d is equal to minus d by mu 2 എന്ന് വരും. സോ ഇതിന് നമ്മൾ ഗോസ് കോൺസ്റ്റൻസ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഗോസ് കോൺസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഷോർട്ടാക്കി പറയുന്നതാണ്. സോ ഈ ഗോസ് കോൺസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ സിസ്റ്റം മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബി സി മൈനസ് ഡി എ എന്ന് വരും. സോ ഇതില് ഈ ഫസ്റ്റ് എലിമെന്റ് ഇപ്പൊ ബി എന്ന് പറയുന്ന ഒരു എലിമെന്റ് എടുക്കുകയാണ്. ഇതിൽ ബി എലിമെന്റ് ഇസ് 1 മൈനസ് ഡി പി ടു ബൈ മ്യൂ ടു വരും. സോ പി എന്ന് പറയുന്നത് പവർ ആണ്, റിഫ്രാക്റ്റിംഗ് പവർ ആണ്. സോ പവർ ഈസ് ഈക്വൽ ടു 1 ബൈ എഫ്. അതായത് എം ഇൻവേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡയോപ്റ്റർ ആയിരിക്കും ഈ ഫോക്കസിന്റെ ഈ പവറിന്റെ യൂണിറ്റിലായിരിക്കാം. സോ ഇതില് ഡി എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ലൈറ്റ് റേ ഇൻസൈഡ് ദി ലെൻസ് ആണ്. സോ ഡി എന്ന് പറയുന്നത് എന്താണ്? മീറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ബി സെപ്പറേറ്റ് ആയി എടുക്കാം. 1 മൈനസ് ഡി പി ടു ബൈ മ്യൂ ടു ആണെന്നുണ്ടെങ്കിൽ മ്യൂ ടു ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആൻഡ് 1 ഇസ് എ കോൺസ്റ്റന്റ്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മീറ്ററിൽ ലെങ്ത് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മീറ്റർ ആണ്. പി ഇസ് ദി പവർ ദാറ്റ് ഇസ് 1 ബൈ എഫ് ആണ്. സോ ഇത് വരും ഡിവൈഡഡ് ബൈ എം എന്ന് വരും. ദാറ്റ് ഇസ് ബി ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. സിമിലർലി ബിയും അതുപോലെ തന്നെ സിയും എന്തായിരിക്കും? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ഈ ടേം എന്തായി? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി മറ്റേ ഡി എ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഡി എന്ന് പറയുന്നത് എന്താണ്? മീറ്ററിലാണ്. കാരണം മ്യൂ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഡയമെൻഷൻ ഇല്ല, ഡയമെൻഷൻലെസ് ആണ്. പിന്നെ ഡിയിലേക്കുള്ള യൂണിറ്റ് ഓഫ് ഡി വരുന്നുണ്ടായിരിക്കുക എന്തായിരിക്കും? മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ എ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ഈ ഒരു മൊത്തം ഈ എ എന്ന് പറയുന്ന ഗോസ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്തായിരിക്കണം? 1 ബൈ എം ആയിരിക്കണം. ദാറ്റ് ഇസ്
The Gauss constant A gives the reciprocal of the focal length of the optical system. So generally an optical system consists of a number of refracting surfaces. So we get a translation and refraction matrices for every surface. By multiplying all individual matrices in proper order, we get the final system matrix. So in a